പ്രിയപ്പെട്ടവരെ, ആത്മസമർപ്പണത്തിൻ്റെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13-നാണ്. കുംഭത്തിലെ പൂരവും പൗർണമിയും ഒന്നിക്കുന്ന നാളിലാണ് പൊങ്കാല. അഭീഷ്ടവരദായിനിയും സർവമംഗളകാരിണിയുമായ ആറ്റുകാലമ്മയുടെ അമ്പലത്തിലേക്കാണിനി സർവ്വ വഴികളും. പൂർണ്ണ വ്രതശുദ്ധിയോടെ സ്ത്രീകൾ പൊങ്കാലയിടുന്ന പുണ്യോത്സവത്തെക്കുറിച്ചാണ് ഇന്ന് ലോകം പറയുന്നത്. ആത്മാവും മനസ്സും ശരീരവും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു ഉത്സവം, ആഘോഷം, ആചാരം ഇതുപോലൊന്ന് ഇവിടെയല്ലാതെ ലോകത്തിൽ വേറെ എവിടെയുമില്ല. മണ്ണ്, വെള്ളം, അഗ്നി, ആകാശം, വായു എന്നിങ്ങനെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന അപൂർവതയാണ് പൊങ്കാല. മൺകലത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ തീ കൂട്ടി പൊങ്കാലയിടുക എന്നതാണ് ചടങ്ങ്. പൊങ്കാലനാൾ രാവിലെ തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്ന് മേൽശാന്തി എടുത്തുകൊണ്ടുവരുന്ന അഗ്നി ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്ക് പകരുകയും അവിടെ നിന്നും ഓരോ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യും. അതോടെ ആകാശം പുക കൊണ്ട് നിറയും, മനസ്സുകൾ തെളിഞ്ഞ ഭക്തി കൊണ്ടും. അരിക്കൊപ്പം തേങ്ങ ചിരകിയത്, പഴം നുറുക്ക്, ഏലയ്ക്ക എന്നിവ ചേർത്ത് പായസം തയ്യാറാക്കും. ഇതുകൂടാതെ ചിലർ വഴനയിലയിൽ തെരളിയും അരി, പയർ, ശർക്കര, തേങ്ങ എന്നിവ ചേർന്ന മണ്ടപ്പുറ്റും ഉണ്ടാക്കും. നല്ല സ്വാദാണ് എല്ലാത്തിനും. പ്രാർത്ഥനാനിരതമായ മനസ്സോടെ ഭക്തർ തിളച്ച വെള്ളത്തിൽ അരിയിട്ട് കാത്തിരിക്കും. ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത് പരമശുദ്ധമായ ഒരു ദേവീ പ്രാർത്ഥനയാണ്. സർവമംഗളങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവളും സർവ്വദുരിതങ്ങളിൽ നിന്നും അകറ്റി സംരക്ഷിക്കുന്നവളും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങിയ പുരുഷാർത്ഥങ്ങളെ നൽകുന്നവളും ശരണാഗതരിൽ ദയ ചൊരിയുന്നവളും ത്രിനയനങ്ങളോട് കൂടിയവളും സ്വർണ്ണ നിറത്തോടു കൂടിയവളുമായ അല്ലയോ നാരായണി, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ശക്തി സ്വരൂപിണിയുടെ കൃപാകടാക്ഷം ഉണ്ടായാൽ സർവവും മംഗളമായി തീരും. ഇവിടെ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് നാനാജാതി മതസ്ഥരായ അമ്മമാരും സഹോദരിമാരും ഒത്തൊരുമയോടെ ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരുന്നു. ജാതി ചിന്തയ്ക്ക് അതീതമായ ശക്തിയുടെ അനുഗ്രഹത്തിനു വേണ്ടി മാത്രം അവർ യത്നിക്കുന്നു. ഈ അനുഗ്രഹം, ശ്രേയസ് പൊങ്കാലയിടുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിനും ചരാചരങ്ങൾക്കും ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ആ ഈശ്വര ചൈതന്യം തങ്ങളിൽ നിറയുവാനാണ് സ്ത്രീകൾ പൊങ്കാലയിടുന്നത്. പൊങ്കാലക്കലങ്ങളിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അവരുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറയുന്നു. ഒടുവിൽ മൺകലം തിളച്ചു തൂവൽ അതാണ് പൊങ്കാല. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കാണ് പലരും പൊങ്കാലയിടുന്നത്. 1962 മുൻപ് വരെ പുരുഷന്മാർക്കും ഇവിടെ പൊങ്കാലയിടാൻ അവസരമുണ്ടായിരുന്നു. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങും. അതിനായി പുതിയ മൺകലങ്ങൾ വാങ്ങും. അരി, തേങ്ങ, പഴം, ശർക്കര, നെയ്യ്, കൽക്കണ്ടം എന്നിവ വാങ്ങും. ചൂട്ടും കൊതുമ്പും വാങ്ങും. പുതുവസ്ത്രം വാങ്ങും. പൊങ്കാല ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഇതെല്ലാമായി ക്ഷേത്രത്തിലേക്ക് പോകും. എല്ലാവർക്കും ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടാൻ സ്ഥലം കിട്ടാറില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിന് 5-8 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലും വഴികളിലും പൊങ്കാലയിടുന്ന പതിവ് ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എത്ര ദൂരം നടന്നായാലും പൊങ്കാലയ്ക്ക് മുമ്പ് സ്ത്രീകൾ ദേവീദർശനം നടത്താറുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തെപ്പറ്റി സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയാറ്. കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും വാണരുളുന്നത് ശ്രീ പാർവതിയുടെ അവതാരമായ കണ്ണകിയാണെന്നാണ് വിശ്വാസം. തൻ്റെ കോപാഗ്നിയിൽ മധുരാനഗരം ചുട്ടരിച്ച ശേഷം കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ കണ്ണകി ആറ്റുകാലിൽ എത്തുന്നു. കണ്ണകി ഇവിടെ ആറ്റിൽ കാൽ കഴുകുന്നത് ചില സ്ത്രീകൾ കണ്ടു. അങ്ങനെ ഈ പ്രദേശത്തിന് ആറ്റുകാൽ എന്ന പേരുണ്ടായി. ദേവിയുടെ ആവശ്യപ്രകാരം ആ സ്ത്രീകൾ അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്തു നൽകി. അങ്ങനെയാണ് പൊങ്കാല ഉണ്ടായത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് തോറ്റം പാടുന്നത് കണ്ണകി ചരിതമാണ്. തെങ്ങോല കൊണ്ട് മറച്ചു കെട്ടിയ പച്ചപ്പന്തലിലിരുന്ന് ആശാന്മാർ ദേവിയെ സ്തുതിച്ചു പാടും. തോറ്റം എന്നാൽ സ്തോത്രം എന്നാണല്ലോ. ഓരോ ദിവസത്തെ കഥാഭാഗവും അതത് ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 1-ാം ദിവസം തോറ്റം പാടി ദേവിയെ കുടിയിരുത്തുന്ന ചടങ്ങാണ്. തോറ്റംപാട്ടിൻ്റെ മാധുര്യത്തിൽ മയങ്ങി ദേവി കൊടുങ്ങല്ലൂരിൽ നിന്നും ആറ്റുകാലിലെത്തുന്നു.
അപ്പോൾ ആചാരവിധി പ്രകാരം പഞ്ചലോഹത്തിൽ തീർത്ത കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തും. ഒന്ന് ദേവിയുടെ ഉടവാളിൻ്റെ അറ്റത്തും മറ്റൊന്ന് മേൽശാന്തിയുടെ കയ്യിലും കെട്ടും. മേൽശാന്തി ഉത്സവം തീരുന്നതുവരെ പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ തുടരും. കാപ്പുകെട്ട്, തോറ്റംപാട്ട്, കുത്തിയോട്ടം, ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, താലപ്പൊലി, കുരുതി തർപ്പണം എന്നിവയാണ് പ്രധാന ഉത്സവ ചടങ്ങുകൾ. തോറ്റംപാട്ടിലൂടെ കണ്ണകിയുടെ കഥ പറഞ്ഞു പോകുന്നതിനനുസരിച്ച് ഉത്സവകാലത്തെ വഴിപാടുകളും ആചാരാനുഷ്ഠാനങ്ങളും നടന്നു പോകും. 8-ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. അന്ന് തോറ്റംപാട്ടിൽ പാടുന്നത് പാണ്ഡ്യരാജാവിൻ്റെ വധമാണ്. കണ്ണകിയുടെ ഈ വിജയം ജനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിച്ചതായും ഐതിഹ്യം പറയുന്നുണ്ട്. പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വസ്ത്രങ്ങളിൽ തീ പിടിക്കാതെ അകന്നു നിൽക്കണം. ശുദ്ധജലം മാത്രമേ ഉപയോഗിക്കാവൂ. ഒരിക്കലും പ്രകോപിതരാവരുത്. കഴിവതും തണൽ നോക്കി അടുപ്പ് കൂട്ടണം. കനത്ത വേനലിൽ ചൂടുമായതിനാൽ ധാരാളം വെള്ളം കുടിക്കണം. ക്ഷേത്രമര്യാദകൾ പാലിക്കണം. പരസ്പരം സഹായിക്കണം. ഉച്ചയ്ക്ക് പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് പൂജാരിമാർ തീർത്ഥം തളിച്ചാൽ ഉടൻ സമാധാനമായി വീട്ടിലേക്ക് മടങ്ങണം. പൊങ്കാല ദിവസം ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് നടക്കും. 10-ാം ദിവസം ദേവി സഹോദരനായ മണക്കാട് ശാസ്താവിനെ അങ്ങോട്ട് പോയി കാണും. എഴുന്നള്ളത്ത് മടങ്ങി ക്ഷേത്രത്തിലെത്തിയാൽ വാൾത്തലപ്പിലെയും മേൽശാന്തിയുടെ കയ്യിലെയും കാപ്പഴിക്കും. ഇതോടെ ആറ്റുകാൽ ഉത്സവം സമാപിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുതേ.